വെൽക്കം ബാക്ക് ടു ലേണിനു. കീം 2024 എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള തേർഡ് ഫേസ് അലോട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് മെസ്സേജുകൾ നമുക്ക് യൂട്യൂബിലും വാട്സാപ്പിലും വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ എല്ലാത്തിനും പേഴ്സണൽ ആയിട്ട് നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, ടൈമിന്റെ ഒരു കൺസ്ട്രെയിൻ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പൊ എല്ലാവരും ചോദിക്കുന്നത് ഒരേ സംശയം ആയതുകൊണ്ടാണ് വീണ്ടും അതെടുത്ത് ഞാൻ പറയുന്നത്. ഞാൻ ഓൾറെഡി ചെയ്ത വീഡിയോയിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്, തേർഡ് ഫേസ് അലോട്ട്മെന്റിൽ പങ്കെടുക്കണം എന്നുള്ളവർ മാത്രം ഇതിനകത്ത് ഫീസ് അടച്ച് ഫ്രഷ് ആയിട്ട് ഓപ്ഷൻസ് കൊടുത്താൽ മതി. Those who got an allotment or admission in the previous phases and do not register, confirm and rearrange options for this phase, the admission through the allotment in the previous phase shall be retained. നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ കിട്ടിയിട്ടുള്ള സെക്കൻഡ് ഫേസിൽ കിട്ടിയിട്ടുള്ള അലോട്ട്മെന്റ് അഡ്മിഷൻ, അതിന് ഒരു നഷ്ടവും സംഭവിക്കില്ല. നിങ്ങൾ ഈ പറഞ്ഞ തേർഡ് ഫേസിലേക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്യോ കൺഫേം ചെയ്യോ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയത് നഷ്ടപ്പെടില്ല. അപ്പൊ അതുകൊണ്ട് തേർഡ് ഫേസിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ, കാരണം വീണ്ടും 2000 റുപ്പീസ് ഫീസ് അടച്ചിട്ട് വേണം നിങ്ങൾ ഓപ്ഷൻ കൊടുക്കാൻ. അപ്പൊ അതിൽ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രമേ കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം ചിലർ ചോദിക്കുന്നുണ്ട്, നാളെയാണ് അഡ്മിഷൻ എടുക്കാൻ പോകുന്നത്, അതിന് മുന്നേ വീണ്ടും എന്തിനാണ് അത് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ള കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കൂ, അത് ആ പ്രൊസീജിയറിന്റെ ഭാഗമാണ്. അതിന് ഒരു മുടക്കവും വരുത്തണ്ട. ആ കിട്ടിയ അഡ്മിഷൻ നിങ്ങൾ അതേപോലെ തന്നെ ചെയ്യാം. ഇനി നിങ്ങൾക്ക് പുതിയതായിട്ട് എവിടെയെങ്കിലും കൊടുക്കണം, ഇപ്പൊ കിട്ടിയത് പോരാ, വേറെ എവിടെയെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് പോയാൽ മതി. അതല്ലാതെ ഈ ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും ഒന്നും അഡ്മിഷൻ കിട്ടാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അതായത് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ നോക്കി, അതായത് ചില കോളേജുകൾ മാത്രം സെലക്ട് ചെയ്ത് കൊടുത്തു, അവിടെ ഒന്നും കിട്ടിയില്ല, അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു പുതിയ ചാൻസ് ആണ്. അതേപോലെ തന്നെ നേരത്തെ കൃത്യമായി ഓപ്ഷൻസ് കൊടുക്കാത്തവർക്കൊക്കെ ഉള്ള ഒരു ചാൻസ് ആണ്. ഓൾറെഡി അഡ്മിഷൻ കിട്ടിയവർക്ക് ഇനിയിപ്പോ നിങ്ങൾക്ക് കിട്ടിയതെന്ന് ഒരു മാറ്റം വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. നിങ്ങൾ ഓപ്ഷൻസ് ഒന്നും കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു കോഴ്സും കോളേജും നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ തേർഡ് ഫേസിൽ നിങ്ങൾ ഫീസ് അടച്ച് വീണ്ടും ഓപ്ഷൻസ് കൊടുത്ത് തേർഡ് ഫേസ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഇപ്പോ ഒരു പുതിയൊരു കോഴ്സോ കോളേജോ കിട്ടുകയാണെങ്കിൽ നിർബന്ധമായിട്ടും അവിടേക്ക് പോയി ചേരേണ്ടി വരും. അതായത് സെക്കൻഡ് ഫേസിൽ നിങ്ങൾ ഒരു കോളേജിൽ പോയി ഒരു അഡ്മിഷൻ എടുത്തു, ഫീസ് അടച്ച് നിങ്ങൾ അഡ്മിഷൻ എടുത്തു. പക്ഷേ തേർഡ് ഫേസ് അലോട്ട്മെന്റിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, അതിനുശേഷം നിങ്ങൾക്ക് പുതിയൊരു കോഴ്സോ കോളേജോ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവിടെ പോയി നിങ്ങൾ ജോയിൻ ചെയ്യണം. അങ്ങനെ നിങ്ങൾ ജോയിൻ ചെയ്യാത്ത പക്ഷം നിങ്ങൾക്ക് നേരത്തെ കിട്ടിയതും ഇപ്പോ കിട്ടിയതുമായിട്ടുള്ള എല്ലാ അലോട്ട്മെന്റുകളും ക്യാൻസൽ ആവും. പ്രത്യേകം ശ്രദ്ധിക്കുക. Those candidates who get allotment in this phase and do not join the college or course on or before the date prescribed for the same will lose their allotment in the last phase and the allotment in this phase, as well as all the options in the stream to which allotment belongs. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം തേർഡ് ഫേസിന് കൊടുക്കുക. അതിൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പോയി ജോയിൻ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഈ അടയ്ക്കുന്ന എമൗണ്ട് റീഫണ്ട് കിട്ടുമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ആദ്യം നമ്മൾ അടച്ചു അല്ലെ, ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് അടച്ചു, ഇപ്പൊ തേർഡ് ഫേസിന് വീണ്ടും അടയ്ക്കുന്നത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ട്യൂഷൻ ഫീസിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ അടയ്ക്കേണ്ട ഫീസിലേക്ക് അത് അഡ്ജസ്റ്റഡ് ആവും. നിങ്ങൾക്ക് എവിടെയും അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ, അത് നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു, നിങ്ങൾക്ക് എവിടെയും അഡ്മിഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യും. ഇനി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാതിരിക്കുന്ന പക്ഷം മാത്രമാണ് അത് പെനാൽറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ അഡ്മിഷൻ കിട്ടും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു എമൗണ്ടിനെ കുറിച്ച് ബോധേഡ് ആവേണ്ട കാര്യമേ ഇല്ല. അത് നമ്മുടെ ഫീസിലേക്ക് അഡ്ജസ്റ്റഡ് ആവും. എവിടെ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ ആ പൈസ കിട്ടുകയും ചെയ്യും. അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം തേർഡ് ഫേസ് അലോട്ട്മെന്റിന് പങ്കെടുക്കുക. ഒരുവിധം പേരുടെ സംശയങ്ങൾക്കുള്ള മറുപടി ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.